നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൾഫ് ഓഫ് കച്ചിൽ അറബിക്കടലിനോട് ചേർന്നുള്ള രാമാനുജാചാര്യൻ്റെ പ്രതിമയ്ക്ക് സമീപമാണ്. 1017 മുതൽ 1137 വരെ ജീവിച്ചതായി പറയുന്ന വൈഷ്ണവസത്തിലെ മുടിചൂടാ മന്നനായിരുന്ന രാമാനുജാചാര്യൻ്റെ അരുകിൽ നിന്നുകൊണ്ട് ദ്വാരകയിലെ ഈ പുലർവേള ഞാൻ ആസ്വദിക്കുകയാണ്. ഇത് സപ്തപുരികളിൽ ഒന്നായ ദ്വാരകാപുരി, ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വന്തം ദ്വാരക. ഭഗവാന്റെ സ്വർഗാരോഹണത്തോടുകൂടി സമുദ്രം തിരിച്ചെടുത്ത ദ്വാരക. ദേവശില്പി സാക്ഷാൽ വിശ്വകർമാവിനാൽ നിർമ്മിതമായ സുവർണ നഗരി ദ്വാരക. സമുദ്രാന്തർഭാഗത്ത് ഈ പുണ്യനഗരിയുടെ അവശേഷിപ്പുകൾ ഇന്നും കാണാൻ സാധിക്കുന്നു എന്നത് ഈ വിശ്വാസങ്ങൾക്ക് ബലമേകുന്നു. കംസനിഗ്രഹത്തിനു ശേഷം തനിക്കും തൻ്റെ വംശമായ യാദവർക്കും സ്വസ്ഥമായി കഴിയാൻ ഒരിടം വേണമെന്ന ഭഗവാന്റെ ചിന്തയിൽ നിന്നാണ് ദ്വാരക ഉയർകൊണ്ടത്. ഭഗവാന്റെ ആവശ്യപ്രകാരം സമുദ്രദേവനായ വരുണൻ 12 യോജന അഥവാ 96 സ്ക്വയർ കിലോമീറ്റർ കടൽ ഉൾവലിഞ്ഞു. ആ കടൽ മാറിക്കൊടുത്തിടത്താണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവ് ദ്വാരകാ നഗരം പണിതുയർത്തിയത്. ഈ കാണുന്നത് ഭട്കേശ്വർ മഹാദേവ ക്ഷേത്രം. 5000 വർഷം മുൻപ് കടലിൽ നിന്നും ഒരു ശിവലിംഗം തനിയെ ഉയർന്നു വന്നു എന്ന് പറയപ്പെടുന്നു. അതിനു മുകളിൽ പിന്നീടൊരു ചെറിയ ക്ഷേത്രം പണിതു. ക്ഷേത്രത്തിന് മുകളിൽ ഇപ്പോൾ ഈ കാണുന്ന മഹാശിവലിംഗമൊക്കെ ഈ അടുത്ത കാലത്തായി പണിതതാണ്. ഇതിനടിയിൽ കാണുന്ന ക്ഷേത്രത്തിനുള്ളിൽ ചെറിയൊരു ശിവലിംഗമുണ്ട്. അതാണ് ഭട്കേശ്വർ മഹാദേവ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ഷേത്രത്തിലൊക്കെ വെള്ളം കയറും. ആ സമയത്ത് സമുദ്രം ഭഗവാന് അഭിഷേകം നടത്തുന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. കേട്ടറിവുകൾ ശരിയാണെങ്കിൽ 200 BC പണിതുയർത്തിയ ദ്വാരകാധീശ ക്ഷേത്രത്തെക്കാട്ടിലും 4800 വർഷം പുരാതനമാണ് ഈ ഭട്കേശ്വർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവലിംഗം എന്ന് വേണം കരുതാൻ. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആയിട്ടേയുള്ളൂ. കിഴക്ക് സൂര്യൻ ഉദിച്ചുയർന്നു നിൽക്കുന്നു. പുരാതന കാലത്താണെങ്കിൽ ഇവിടുണ്ടായിരുന്ന സുവർണ നഗരി ദ്വാരകയെ സൂര്യദേവന്റെ ഈ അരുണകിരണങ്ങൾ ഒന്നുകൂടി സുവർണമയമാക്കിയേനെ. ഈ കടൽ തീരത്തേക്കുള്ള വഴിയുടെ 2 വശത്തുമുള്ള മതിലുകളിൽ ഗുജറാത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പാരമ്പര്യം ദ്യോതിപ്പിക്കുന്ന ധാരാളം ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ കഥകളിയും ഞാൻ കണ്ടു. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഭുജ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഗുജറാത്ത് RTCയുടെ ഒരു ബസ്സിൽ യാത്ര തിരിച്ച ഞാൻ ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ദ്വാരക ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയത്. അവിടെ നിന്നും നേരെ കടപ്പുറത്തേക്കാണ് പോന്നത്. ഇനിയിപ്പോൾ എവിടെങ്കിലും ഒരു റൂം എടുക്കണം. അങ്ങോട്ട് പോരുന്ന വഴിയിൽ ധാരാളം ഹോട്ടലുകളും ലോഡ്ജുകളും ഒക്കെ കണ്ടായിരുന്നു. നേരം പുലർന്നിട്ടാകാം എവിടെയെങ്കിലും റൂം എടുക്കാൻ എന്ന് കരുതിയാണ് നേരെ കടപ്പുറത്തേക്ക് പോകുന്നത്. ഈ ചിത്രങ്ങളൊക്കെ ഏതായാലും സൂപ്പറായിട്ടുണ്ട്. റൂമൊക്കെ എടുത്തു. കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. നടക്കുന്ന വഴിയിൽ ദ്വാരകയുടെ കുറച്ച് ചരിത്രം കൂടി പറയാം. 2nd മില്ലേനിയം BC വരെ പോകുന്ന അതിപുരാതന സെറ്റിൽമെൻറ്റുകളുടെ അവശേഷിപ്പുകൾ പുരാവസ്തു ശാസ്ത്രജ്ഞർക്ക് ഇവിടുന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ദ്വാരക എന്ന വാക്കിനർത്ഥം കവാടം അഥവാ ഗേറ്റ് വേ എന്നാണ്. BC 200 പണി കഴിപ്പിക്കപ്പെട്ട ഇവിടുണ്ടായിരുന്ന അതിപുരാതന ദ്വാരകാധീശ ക്ഷേത്രം 1473 ഗുജറാത്തിലെ സുൽത്താൻ മഹമ്മൂദ് ബേഗ്ഡ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഇന്ന് ഇവിടെ നാം കാണുന്ന ഈ ദ്വാരകാധീശ ക്ഷേത്രം. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ദ്വാരകാധീശ അല്ലെങ്കിൽ ദ്വാരകാ ക്ഷേത്രത്തിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
ഈ ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഒന്നും തന്നെ കയറ്റാൻ പറ്റുകയില്ല. വാച്ച് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൗണ്ടറുണ്ട്, അവിടെ ഫ്രീ ആയിട്ട് അവിടെ സൂക്ഷിക്കാം. അപ്പോൾ അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനായിട്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് പകർത്താൻ സാധിക്കുകയില്ല. 72 കൽത്തൂണുകൾ താങ്ങുന്ന സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ച 5 നിലകളോട് കൂടിയ ഈ മഹാക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് 256 അടി ഉയരമുണ്ട്. ദിവസവും 4 തവണ മാറ്റുന്ന ഗോപുരത്തിലെ ധ്വജത്തിന് 50 അടി നീളമുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആദി ശങ്കരാചാര്യർ ഇവിടെത്തി ദർശനം നടത്തുകയും 4 ജ്യോതിർമഠങ്ങളിൽ രണ്ടാമത്തേതായ ദ്വാരകാമഠം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ആദിശങ്കരാചാര്യർ ഇവിടെത്തി ദർശനം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ക്ഷേത്രമതുക്കകത്ത് ഇന്ന് ഒരു ശങ്കരാചാര്യ പ്രതിഷ്ഠയും നമുക്ക് കാണാം. 2500 വർഷം മുൻപ് കൃഷ്ണഭഗവാന്റെ പ്രപൗത്രനായ വജ്രനാഭനാണ് ഇവിടെ ദ്വാരകയിൽ ആദ്യമായി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പണിതത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. പണ്ടുകാലത്തെ ദ്വാരകയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഈ ഫാൻസി കടകളും മറ്റും. എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഇങ്ങനത്തെ കടകൾ. ഞാൻ ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നത് വളരെ അപൂർവമാണ്. എങ്കിലും ഒറ്റയൊരു കട വിടാതെ എല്ലാം കയറി കാണും. 100 കണക്കിന് കടകളുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലെ റോഡിൻ്റെ 2 വശത്തുമായിട്ട്. അടിപൊളിയാണ് ഈ കടകളിലെ സാമഗ്രികളൊക്കെ കാണാൻ. ഗുജറാത്തിലെ ട്രഡീഷണൽ ഡ്രസ്സുകളും കൃഷ്ണൻ്റെയും മറ്റ് ഹിന്ദു ദേവതകളുടെയും ഒക്കെ വിഗ്രഹങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വഴിപാടായിട്ട് കൊടുക്കാനുള്ള സാധന സാമഗ്രികളും ഒക്കെ ഈ ക്ഷേത്രത്തിന് മുൻപിലുള്ള കടകളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാം. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ദ്വാരകയുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ ദ്വാരക ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 1559 അന്നത്തെ ദ്വാരകാപീഠത്തിൻ്റെ അധിപനായിട്ടുള്ള അനിരുദ്ധാശ്രമ ശങ്കരാചാര്യരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന പടിഞ്ഞാറ് വശത്തുള്ള പ്രധാന കവാടം മോക്ഷദ്വാരം എന്നും അതുപോലെ തന്നെ കിഴക്കുവശത്തുള്ള കവാടം സ്വർഗദ്വാരം എന്നുമാണ് പറയുന്നത്. സ്വർഗദ്വാരത്തിലൂടെ അഥവാ നമ്മൾ ഈ കിഴക്കുവശത്തൂടെയുള്ള കവാടത്തിലൂടെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോമതി നദിയുടെ അങ്ങോട്ടാണ് വരുന്നത്. ഏതാണ്ട് 56 പടികൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോമതി നദിയിലോട്ടാണ് എത്തുന്നത്. നേരെ കാണുന്ന ഈ തൂക്കുപാലം ശ്രീകൃഷ്ണൻ്റെ ബാല്യകാല സുഹൃത്തായ കുചേലൻ എന്നുകൂടി വിളിക്കുന്ന സുദാമാവിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സുദാമ സേതുവാണ്. ഈ ദ്വാരകാധീശ ക്ഷേത്രത്തിൽ കൃഷ്ണഭഗവാനെ കൂടാതെ 9 ഉപപ്രതിഷ്ഠകളും ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിലാണ് ദ്വാരകയിൽ ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച രണ്ടാമത്തെ മഠമായിട്ടുള്ള ശാരദാപീഠം സ്ഥിതി ചെയ്യുന്നതും. ആദ്യത്തേത് ശൃംഗേരിയിലാണ്. അവിടെ ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വസിഷ്ഠ മഹർഷിയുടെ പുത്രിയാണ് ഗോമതി നദി എന്നാണ് നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം. അതുകൊണ്ട് തന്നെ ഈ നദിയിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ സകല പാപങ്ങളും നശിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഈ നദീതീരത്ത് നദിയിൽ നിന്നും അതുപോലെ തന്നെ ഈ ഇവിടെ കടലിൽ നിന്നും പെറുക്കിയെടുത്ത ശംഖുകളും അതുപോലെയുള്ള മറൈനായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ ആൾക്കാർ വെച്ചിങ്ങനെ വിൽക്കുന്നുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ. ഇത് ഈ ഗോമതി ഘട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു കച്ചവടമാണിത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഗോമതി നദിയിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങൾക്ക് തീറ്റ വിൽക്കുന്നതാണ് ഇവിടെ മറ്റു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്. ഈ ഗോമതി നദിയുടെ കുറുകെയുള്ള നമ്മൾ മുമ്പേ കണ്ട പാലമാണ് സുദാമ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 2016 ഈ സുദാമ പാലം പണി കഴിച്ചത്. തൂക്കുപാലമാണ്. പക്ഷെ ഇന്നിപ്പം ഞാൻ വന്നപ്പോൾ എന്തോ ഭാഗ്യക്കേടിന് അവിടെ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നുള്ളതുകൊണ്ട് ആ പാലത്തെ കൂടെ ആൾക്കാരെ
പ്രവേശിപ്പിക്കുന്നില്ല. അതിൻ്റെ അങ്ങാപ്പുറത്ത് ചെറിയൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലോട്ടാണ് ഈ പാലം കൂടെ കയറി ആ ദ്വീപിലോട്ട് കണക്ട് ചെയ്യാം. അവിടെ പഞ്ചപാണ്ഡവന്മാരുടെ പേരിലുള്ള കിണറുകളുണ്ട്, 5 എണ്ണം. ഇഷ്ടം പോലെ മീനാണ്. കുറേ കൂടെ വെള്ളം ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ഇതിലെ പാസ് ചെയ്ത സമയത്ത്. ഇപ്പം വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് വെള്ളം കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇറങ്ങുമെന്നാണ് തോന്നുന്നത്. ഭക്തർ ഈ തീറ്റ ഇഷ്ടം പോലെ ഇവിടുന്ന് മേടിച്ച് കൊടുക്കുന്നുണ്ട്. 10 രൂപ 20 രൂപയൊക്കെയാണ് ചെറിയൊരു പൊതി തീറ്റയ്ക്ക്. അതുകൊണ്ടായിരിക്കാം മീൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ മത്സ്യങ്ങൾ കാണുന്നത്. സമയം ഏതാണ്ട് 1 മണി ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം 4 മണിയോട് കൂടി വീണ്ടും വരാമെന്നാണ് വിചാരിക്കുന്നത്.